ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന നടന്ന സംഭവം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വിഷ്ണു നാരായണനാണ് ചിത്രത്തിൻ്റെ ഡയറക്ഷൻ. രാജേഷ് ഗോപനാണ് ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാളമൂട്, ബിജി മേനൻ, സുധീർ രാമചന്ദ്രൻ, ജിജിമോൾ ജോസ്, ജോണി ആൻ്റണി, സുധി കോപ്പ, ലാലു അലക്സ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ബാക്കി ഒരുപാട് താരങ്ങൾ ചെറുതൊന്ന് പേരറിയില്ല, പുതുമുഖങ്ങളും നമ്മൾ കണ്ട് പരിചയങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ നടന്ന സംഭവത്തിൻ്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് എന്ന്. കാരണം തീർച്ചയായിട്ടും ആ ട്രെയിലറിൽ നമുക്ക് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തുടക്കം തന്നെ സുരാജ് വെഞ്ഞാളമൂടിൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ എന്നാണ് ചിത്രം ആരംഭിക്കുന്നു. തൊട്ടപ്പുറത്ത് താമസക്കാരനായി വിജയനായിരുന്നു. പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ നടന്ന സംഭവത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു കോമഡി ചിത്രമാണെന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ കോമഡി ആയിട്ടൊന്നും തന്നെ എവിടെയും ഇല്ല. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരും വേറെ ട്രാക്കിലേക്കാണ് ചിത്രം പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. ഡയറക്ഷൻ ഓക്കെ ലെവൽ തന്നെയാണ് ഡയറക്ഷൻ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പ്രകടനങ്ങളാണ് ഓക്കെ എന്ന് പറയാൻ സാധിക്കും. കാരണം ആരും തന്നെ ബോറാക്കം ചെയ്തിട്ടില്ല. പ്രണത്തെക്കുറിച്ച് പറയുമ്പോൾ സുരാജ് വെഞ്ഞാളം നമുക്ക് ഇതിനു മുമ്പും ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗംഭീരമായി ചെയ്തു എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടിയ റോള് അദ്ദേഹം ഭംഗിയായി തന്നെ ചെയ്തു. ബിജി മേനൻ, ജിജിമോൾ ജോസ് അവരെ കുറച്ചും കൂടി ഒരു മികച്ച പടം തന്നെ വേണമെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബിനിയുടെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ അവരുടെ മുഖത്ത് പിന്നു പറയുന്ന ഭാവമായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാലും ബിജി മേനൻ ഒക്കെ ലെവൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സുധീർ രാമചന്ദ്രൻ, അതുപോലെ ബാക്കിയുള്ള എല്ലാ വ്യക്തികളും അവർക്ക് കൊടുത്തുള്ള റോളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആരും വൃത്തികേടാക്കിയില്ല. അതുപോലെ തന്നെ പറയാനുള്ള സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനുഷ്യന്മാരാണ്. അതായത് തൊട്ടടുത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് എത്തി നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഏതൊരു വ്യക്തിക്കും ഉണ്ടാവും. അത് തന്നെയാണ് ഇതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട്. കാരണം തൻ്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നതും അത് ശ്രദ്ധിക്കാതെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് വീഡിയോയും പിടിച്ച് നടക്കുന്ന ചെറിയ വ്യക്തികൾ, അവർക്കുള്ള ഒരു താക്കി തന്നെയാണ് ഈ ചിത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ മറ്റൊരു വ്യക്തി കടന്നു കയറാം, മൂന്നാമത്തെ ഒരു വ്യക്തി കടന്നു കയറാൻ പാടില്ല എന്ന ഒരു സബ്ജക്റ്റൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് പ്രേക്ഷകർ കണ്ടാവുന്ന രീതി തന്നെ വളരെ നല്ല രീതി തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം കൂടുതലായിട്ട് അവരൊന്നും പറയാൻ ഇല്ലതാനും എന്നാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. കാരണം നമ്മൾ ഏതൊരു വ്യക്തിയും ഉണ്ടാകും. കാരണം തൊട്ട വീട്ടിൽ പലരും പ്രശ്നം നടക്കുമ്പോൾ എന്താണ് ചെവി കൂർപ്പിച്ച് കേൾക്കാനുള്ള ഒരു മനുഷ്യരുടെ വ്യഗ്രത, അതൊക്കെയാണ് ഇതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പകുതി മുക്കലും അതാണ് സബ്ജക്റ്റ്. പിന്നെ സംശയവും കാര്യങ്ങളും മുന്നോട്ട് ഒത്തുപോകാൻ സാധിക്കാത്ത പ്രശ്നങ്ങളും അതൊക്കെയാണ് ഇതിലെ സബ്ജക്റ്റായിട്ടും അവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു പടം എന്ന നിലയ്ക്ക് ഒരു ബിലോ എവറേജ് അനുഭവം നടന്ന സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം കോമഡി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള സബ്ജക്റ്റ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടോപ്പിക്ക്, പക്ഷെ അത് എത്ര വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പടത്തിന് വിജയിച്ചു ഇല്ലെങ്കിൽ പക്ഷെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു തോന്നിയത്. കാരണം ഡ്യൂറേഷൻ ഭയങ്കര ഒരു അധികമായി എനിക്ക് തോന്നി. കാരണം 2 മണിക്കൂറിന് താഴെ ഉള്ളൂ എങ്കിൽ പോലും ഒരു പക്ഷെ ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് ആവാത്ത തരത്തിലാണ് പല സീൻസും കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി ഈ ഫാമിലിയായിട്ട് കാണിച്ചു ചെയ്യുന്ന വ്യക്തികളൊക്കെ ഒരു പക്ഷേ കണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ അന്യൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന മനുഷ്യന്മാർക്കുള്ള ചില വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ എന്തായാലും കണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്കറിയാം ഒരു ഭാര്യയും ഭർത്താവും നടക്കുമ്പോഴേക്ക് മൂന്നാമത്തെ വ്യക്തിക്ക് കടന്നുകയറ്റം ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫാണ്. കാരണം തൊട്ടപ്പുറത്തുള്ളത് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ സദാചാരം അല്ലെങ്കിൽ അവിടെ വ്യഭിചാരം നടക്കുന്നു എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കുള്ളൊക്കെ ഒരു പണി കൊടുക്കുന്ന പോലെ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ സ്ത്രീയും ഒരു പെണ്ണും കൂടി സംസാരിക്കുമ്പോഴുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പുറത്തുള്ള ഒരു പുരുഷൻ മറ്റുള്ള സ്ത്രീകളോട് ഇടപഴകുമ്പോൾ അയാൾ മോശക്കാരനായി അല്ലെങ്കിൽ അവരെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെവർക്കൊക്കെ ഒരു പക്ഷെ കണ്ടാനുള്ള ഒരു ഇതാണ് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നടന്ന സംഭവം. അപ്പോൾ ലാസ്റ്റ് നടന്ന സംഭവം എന്ന ടൈറ്റോട് തന്നെ ഒന്ന് അവസാനിക്കുന്നുണ്ട്. അതാണ് അവർ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഒരു വില എവറേജ് അനുഭവമായിട്ടാണ് തോന്നിയില്ല. ഒരു പടം കണ്ടുള്ള ഒരു പ്രതിനിധി. കാരണം കൂടുതലായിട്ടൊന്നും ഇംപ്രസീവ് ആവാനൊന്നും തന്നെ തോന്നിയില്ല കണ്ടപ്പോൾ. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതിനും കാത്തിരിക്കുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.